തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് കളമൊരുങ്ങുകയാണ്. DMK തങ്ങളുടെ പഴയ ചരിത്രം ആവർത്തിക്കുകയുമാണ്. 2009 കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മകനായ MK സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കി. ആ സ്ഥാനമാറ്റം സ്റ്റാലിൻ എന്ന ഇന്നത്തെ നേതാവിനെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. സ്റ്റാലിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനും വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. തമിഴ്നാട് കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയെന്ന് പരാമർശിച്ച് മന്ത്രിസഭാംഗം രംഗത്ത് വന്നതാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിതെളിച്ചത്. പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി B. രാജാ കണ്ണപ്പനാണ് രാമനാഥപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയെന്ന് വിളിച്ചത്. അബദ്ധം മനസ്സിലായതോടെ പറഞ്ഞു തിരുത്തിയ രാജാ കണ്ണപ്പൻ ഓഗസ്റ്റ് 19 ശേഷം മാത്രമേ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയെന്ന് പരാമർശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അറിയിച്ചു. ഇതോടെ DMKയിലും ഭരണതലത്തിലും കരുണാനിധിയുടെ കുടുംബത്തിന് പിന്തുടർച്ച ഉണ്ടാകുമെന്ന അഭ്യൂഹം വീണ്ടും ശക്തമായി. ഓഗസ്റ്റ് 22-ാം തീയതി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിദേശ സന്ദർശനത്തിനായി പോവുകയാണ്. 3 ആഴ്ചത്തേക്കാണ് സ്റ്റാലിന്റെ US സന്ദർശനം. ഇതിനു മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു മന്ത്രിസഭാംഗം തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നതോടെ തമിഴകത്ത് വീണ്ടും ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. മുത്തുവേൽ കരുണാനിധിക്ക് ശേഷം മകൻ MK സ്റ്റാലിനെ എങ്ങനെയാണോ പാർട്ടിയുടെ തലപ്പത്തും ഭരണതലത്തിലും എത്തിച്ചത്, അതേ മാതൃകയിൽ തന്നെ ഉദയനിധിയെ പിന്മുറക്കാരനാക്കാനുള്ള നീക്കം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുവെന്നാണ് സൂചന. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളും പുതുച്ചേരിയിലെ ഏക സീറ്റും DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി തൂത്തുവാരിയിരുന്നു. പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് ഉദയനിധി സ്റ്റാലിനും മുൻപന്തിയിലുണ്ടായിരുന്നു. ഇതോടെയാണ് മിന്നുന്ന വിജയം കാഴ്ചവെച്ച ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രി പദം കൊടുക്കുമെന്ന അഭ്യൂഹം ശക്തമായത്. പക്ഷേ പിന്നാലെ നടന്ന കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ 65 പേർ മരിച്ചതോടെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഉദയനിധിയുടെ നീക്കത്തിന് ചെറിയ രീതിയിലെങ്കിലും തിരിച്ചടി നേരിട്ടിരുന്നു. എന്നാൽ ദുരന്തമുഖത്ത് ഉദയനിധി നേരിട്ടെത്തിയതും ധനസഹായ വിതരണത്തിൽ മുൻപന്തിയിൽ ഉണ്ടായതും പ്രതിച്ഛായ വർദ്ധിപ്പിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഉപമുഖ്യമന്ത്രി പദത്തെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ഉദയനിധിയുടെ സ്ഥാനക്കയറ്റത്തിനായുള്ള മുറവിളികൾ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ശക്തമായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ അടുത്തിടെ സമ്മതിച്ചിരുന്നതുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം ശേഷിക്കെ ഉദയനിധിക്ക് ഭരണതലത്തിൽ കൂടുതൽ ചുമതലകൾ നൽകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ. സർക്കാരിൽ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനും ഭരണത്തിൽ പിതാവിനെ സഹായിക്കുന്നതിനുമാണ് സ്ഥാനക്കയറ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പാർട്ടിയുടെ മുഖമായി മാറാനും ഉദയനിധി ലക്ഷ്യം വെക്കുന്നുണ്ട്. അതേസമയം ഉദയനിധി ഉപമുഖ്യമന്ത്രിയാകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ MK സ്റ്റാലിൻ നിഷേധിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഓഗസ്റ്റ് 22-ന് US പോകുന്നതിനാൽ അതിന് മുൻപായി തന്നെ ഉദയനിധി പുതിയ സ്ഥാനത്തെത്തുമെന്നാണ് നിലവിലെ വിവരം. എന്നാൽ ഈ വാർത്തകളോട് പ്രതികരിച്ച് ഉദയനിധി സ്റ്റാലിൻ മുൻപ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഉപമുഖ്യമന്ത്രി സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് നിരവധി വാർത്തകൾ വരുന്നുണ്ട്. തങ്ങളുടെ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാർ തന്നെയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ യൂത്ത് വിംഗ് സെക്രട്ടറി സ്ഥാനം എന്റെ പ്രിയപ്പെട്ടതാണ്. DMK യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയിൽ തന്റെ പ്രാഥമിക പ്രതിബദ്ധത നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും തമിഴകത്ത് പുതിയ ഒരു സ്റ്റാലിനെ വാർത്തെടുക്കുന്നതിനുള്ള നീക്കത്തിലാണ് DMK സർക്കാർ.